ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം അഷ്ടാവിംശോധ്യായം. ഇതിലെ 17ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥാഷ്ടാവിംശോധ്യായ. നാരദ ഉവാച സൈനികാ ഭയനാംനോ യേ ബർഹിഷ്മൻ ദിഷ്ടകാരിണഃ പ്രജ്വാരകാലകന്യാഭ്യാം വിചേരുരവനീമിമാം സ ഏകദാതു രഭസ പുരഞ്ജനപുരീം നൃപാരുരുധുർ ഭൗമഭോഗാഢ്യാം ജരൽപന്നഗപാലിതാം കാലകന്യാപി ബുഭുജേ പുരഞ്ജനപുരം ബലാദ് യയാഭിഭൂത പുരുഷഃ സദ്യോ നിസ്സാരതാമിയാത്. തയോപഭുജ്യമാനാം വൈ യവനാഃ സർവതോ ദിശം ദ്വാർഭിപ്രവിശ്യ സുദൃഢം പ്രാർത്ഥയൻ സകലാം പുരീം തസ്യാം പ്രപീഡ്യമാനായാമഭിമാനീ പുരഞ്ജനഃ അവാപോരുവിധാം സ്ഥാപാൻ കുടുംബീ മമതാകുലഃ കന്യോപഗൂഢോ നഷ്ടശ്രീഃ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവയവനൈർബലാത് വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാനനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ ജായാം ച ഗതസൗഹൃദാം ആത്മാനം കന്യയാഗ്രസ്തം പാഞ്ചാലാനരിദൂഷിതാൻ ദുരന്തചിന്താമാപന്നോ ന ലേഭേ തൽപ്രതിക്രിയാം കാമാനഭിലഷൻ ദീനോ യാതയാമാംശ്ച കന്യയാ വിഗതാത്മഗതിസ്നേഹഃ പുത്രധാരാംശ്ച ലാളയൻ ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദിതാം ഹാതും പ്രചക്രമേ രാജാ താം പുരീമനികാമതഃ. ഭയനാംനോഗ്രജോ ഭ്രാതാ പ്രജ്വാരപ്രത്യുപസ്ഥിതഃ ദദാഹ താം പുരീം കൃത്സ്നാം ഭ്രാതുപ്രിയചികീർഷയാ തസ്യാം സന്ദഹ്യമാനായാം സ പൗരഃ സ പരിച്ഛദഃ കൗടുംബികകുടുംബിന്യാ ഉപാതപ്യതസാന്വയഃ യവനോപരുദ്ധായതനോ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാര സംസൃഷ്ട പുരപാലോന്വതപ്യത ന ശേകേ സോവിദം തത്ര പുരകൃച്ഛ്രോരുവേപഥു ഗന്ധുമൈച്ഛത്തതോ വൃക്ഷകോടരാദിവസാനലാത് ശിഥിലാവയവോ യർഹി ഗന്ധർവൈർഹൃതപൗരുഷഃ യവനൈരരിഭിഃ രാജൻ ഉപരുദ്ധോരുരോധഃ ദുഹിതൃഃ പുത്രപൗത്രാംശ്ച ജാമാതൃപാർഷദാൻ സ്വത്വാവശിഷ്ടം യത്കിഞ്ചിത് ഗൃഹകോശപരിച്ഛദം അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹീ ദധ്യോ പ്രമദയാദീനോ വിപ്രയോഗ ഉപസ്ഥിതേ. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ള 18ാമത്തെ. ലോകാന്തരം ഗതവതി മയ്യനാഥാ കുടുംബിനി വർത്തിഷ്യതേ കഥം ദേഷ്വാ ബാലകാനനുശോചതി. ലോകാന്തരം ഗതവതി മയ്യനാഥാ കുടുംബിനി വർത്തിഷ്യതേ കഥം ത്വേഷാ ബാലകാനനുശോചതി. ഞാൻ ആ പരലോകത്തേക്ക് പോയവനായാൽ ഈ കുടുംബിനി ഗൃഹനായിക അനാഥയായിട്ട് ആ മക്കളെക്കുറിച്ച് വിചാരിച്ച് എങ്ങനെ കഴിഞ്ഞുകൂടും? ലോകാന്തരം ഗതവതി, ഞാൻ പരലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അർത്ഥം. ഗതവതി മൈ അനാഥാ കുടുംബിനി, അനാഥയായിരിക്കുന്ന ഈ കുടുംബിനി വർത്തിഷ്യതേ കഥം ദ്വേഷ, എങ്ങനെ ഇവിടെ വർത്തിക്കും? ബാലകാനനുശോചതി, കുട്ടികളെയും കുടുംബത്തെയൊക്കെ വിചാരിച്ചിട്ട് എങ്ങനെ ഇവിടെ കഴിഞ്ഞുകൂടുന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ലോകാന്തരം ഗതവതി മൈ അനാഥാ കുടുംബിനി വർത്തിഷ്യതേ കഥം ത്വേഷ ബാലകാനനുശോചതി. മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, ലോകാന്തരം പരലോകത്തേക്ക് ഗതവതി പോയവനായാൽ, ഞാൻ ആ പരലോകത്തേക്ക് പോയവനായാൽ, ഏഷ ഈ കുടുംബിനി ഈ ഗൃഹനായിക, അനാഥയായിട്ട് മക്കളെക്കുറിച്ച് അനുശോചതി, മക്കളെക്കുറിച്ച് വിചാരിച്ചിട്ട് കഥം എങ്ങനെ വർത്തിഷ്യതേ കഴിഞ്ഞുകൂടും.
അപ്പോൾ മയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, ലോകാന്തരം പരലോകത്തേക്ക് ഗതവതി പോയവനായാൽ, ഏഷ ഈ കുടുംബിനി, ഏഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബിനി ഗൃഹനായിക, ഏഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബിനി ഗൃഹനായിക, അനാഥയായിട്ട് ബാലകാൻ മക്കളെക്കുറിച്ച്, അനുശോചതി വിചാരിച്ച്, കഥം എങ്ങനെ വർത്തിഷ്യതേ കഴിഞ്ഞുകൂടും. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് മയി ലോകാന്തരം ഗതവതി ഏഷ, ഞാൻ ഈ പരലോകത്തേക്ക് പോയാൽ ഈ കുടുംബിനി, ഏഷ കുടുംബിനി ഈ ഗൃഹനായിക, അനാഥയായിട്ട് ബാലകാൻ മക്കളെക്കുറിച്ച്, അനുശോചതി വിചാരിച്ച്, കഥം എങ്ങനെ കഴിഞ്ഞുകൂടും. മയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, ലോകാന്തരം പരലോകത്തേക്ക് ഗതവതി പോയവനായാൽ, ഏഷ ഈ കുടുംബിനി ഗൃഹനായിക, അനാഥയായിട്ട് ബാലകാൻ മക്കളെക്കുറിച്ച്, അനുശോചതി വിചാരിച്ച്, കഥം എങ്ങനെ വർത്തിഷ്യതേ കഴിഞ്ഞുകൂടും. അപ്പോൾ മയി ലോകാന്തരം ഗതവതി ഏഷ കുടുംബിനി അനാഥ ബാലകാൻ അനുശോചതി കഥം വർത്തിഷ്യതേ എന്നാണ് അന്വയം. മയി ലോകാന്തരം ഗതവതി ഏഷ കുടുംബിനി അനാഥ ബാലകാൻ അനുശോചതി കഥം വർത്തിഷ്യതേ, ഞാൻ പരലോകത്തേക്ക് പോയവനായാൽ ഈ ഗൃഹനായിക അനാഥയായിട്ട് മക്കളെക്കുറിച്ച് വിചാരിച്ച് എങ്ങനെ കഴിഞ്ഞുകൂടും. നാം മരിച്ചു പോയാൽ അനാഥയും കുട്ടികളെ സംരക്ഷിക്കാൻ അശക്തയുമായിരിക്കുന്ന പത്നി എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് പോയിരിക്കുന്ന സമയത്തിൽ കുട്ടികളെക്കുറിച്ച് ഖേദിക്കുന്ന എൻ്റെ ഈ ഭാര്യ ഏതുവിധം കഴിഞ്ഞുകൂടും. ഞാൻ മരിച്ചാൽ അനാഥയും കുട്ടികളെപ്പറ്റി വ്യസനിക്കുന്നവളുമായ എൻ്റെ പത്നി എങ്ങനെ ദിവസങ്ങൾ നയിക്കും എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമ്മൾക്ക് നോക്കാം. അഹോ തത്ര സ്ത്രീധ്യാനമാഹ, അവിടെ ആ ഭാര്യയെ പറ്റിയിട്ട് ചിന്തയുണ്ടായി. അപ്പോൾ അതാണ് തത്ര സ്ത്രീധ്യാനമാഹ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഭാര്യയെക്കുറിച്ച് ഓർമ്മ വന്നു. അഹോ അല്ലയോ മയി ഞാൻ, ലോകാന്തരം ഈ ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് ഗതേ സതി പോയി കഴിഞ്ഞാൽ, ഗതനാഥേഷ പോയതിന് ശേഷം, കഥം ഇവൾ എങ്ങനെ വർത്തിഷ്യത ഇവൾ എങ്ങനെ ഇവിടെ കഴിയും. തത്ര സ്ത്രീധ്യാനമാഹ അഹോ മയി ലോകാന്തരം ഗതേ സതി, ഞാൻ ഈ ലോകം വിട്ടിട്ട് മറ്റൊരു ലോകത്തേക്ക് പോയാൽ, സതി അവൾ എങ്ങനെ, ഗതനാഥേഷ ഇവിടെ അവൾ എങ്ങനെ, കഥം വർത്തിഷ്യതേ എങ്ങനെ വർത്തിക്കും. അതാണ് അതിലത്തെ വ്യാഖ്യാനം. തത്ര സ്ത്രീധ്യാനമാഹ അഹോ മയി ലോകാന്തരം ഗതേ സതി ഗതനാഥൈഷ കഥം വർത്തിഷ്യത്തെ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. നമയ്യനാശിതേ ഭുങ്ക്തേ നാസ്നാതേ സ്നാതിമൽപര മയിരുഷ്ടേ സുസംദ്രസ്തം ഭർസിതേ യതവാഗ്ഭയാത്. നമയ്യനാശിതേ ഭുങ്ക്തേ നാസ്നാതേ സ്നാതിമൽപര മയിരുഷ്ടേ സുസംദ്രസ്ത ഭർസിതേ യതവാഗ്ഭയാത്. എന്നിൽ തൽപരയായിരിക്കുന്ന ഇവൾ, മൽപര എന്നിൽ തൽപരയായിരിക്കുന്ന ഇവൾ, ഞാൻ ആഹാരം കഴിക്കാഞ്ഞാൽ ഇവൾ ആഹാരം കഴിക്കില്ല, സ്നാതെ കുളിക്കാതിരുന്നാൽ ന സ്നാതി കുളിക്കുകയുമില്ല, ഞാൻ കോപിച്ചാൽ ഭയന്ന് വിറയ്ക്കും. സുസംദ്രസ്ത എന്നാണ്.
രുഷ്ടേസു സന്ത്രസ്ത, ഞാൻ കോപിച്ചാൽ ഇവൾ ഭയന്ന് വിറയ്ക്കും. ഭത്സിതേ, ശകാരിച്ചാൽ പേടിച്ച് ഒന്നും പറയാതിരിക്കും. മത്പര, എന്നിൽ തൽപരയായിരിക്കുന്ന ഇവൾ, മയി, ഞാൻ അനാശിതേ, ആഹാരം കഴിക്കാഞ്ഞാൽ ന ഭുങ്ക്തേ, കഴിക്കില്ല. അസ്നാദേ, കുളിക്കാതിരുന്നാൽ ന സ്നാദ, കുളിക്കുകയുമില്ല. മയി രുഷ്ടേ, ഞാൻ കോപിച്ചാൽ സുസന്ത്രസ്ത, ഭയന്നു വിറയ്ക്കും. ഭത്സിതേ, ശകാരിച്ചാൽ ഭയാത്, പേടിച്ച് യതവാക്, ഒന്നും പറയാതിരിക്കും. അപ്പോൾ അന്വയം വന്നിട്ട് മത്പരാ മയി അനാശിതേ, ഞാൻ എന്നിൽ തൽപരയായിട്ടിരിക്കുന്ന ഇവൾ, ഞാൻ ആഹാരം കഴിക്കാഞ്ഞാൽ ന ഭുങ്ക്തേ, ആഹാരം കഴിക്കില്ല. അസ്നാദേ ന സ്നാദി, കുളിക്കാഞ്ഞാൽ കുളിക്കുകയുമില്ല. മയി രുഷ്ടേ, ഞാൻ കോപിച്ചാൽ സുസന്ത്രസ്ത, ഭയന്ന് വിറയ്ക്കും. ഭത്സിതേ, ശകാരിച്ചാൽ ഭയാത്, പേടിച്ച് യതവാക്, ഒന്നും പറയാതിരിക്കും. അപ്പോൾ മത്പരാ മയി അനാശിതേ ന ഭുങ്ക്തേ അസ്നാദേ ന സ്നാദി മയി രുഷ്ടേ സുസന്ത്രസ്ത ഭത്സിതേ ഭയാത് യതവാക്. എന്നുകൂടി പറയാം. മത്പരാ മയി അനാശിതേ ന ഭുങ്ക്തേ അസ്നാദേ ന സ്നാദി മയി രുഷ്ടേ സുസന്ത്രസ്ത ഭത്സിതേ ഭയാത് യതവാക്. എന്നിൽ തൽപരയായിരിക്കുന്ന ഇവൾ, ഞാൻ ആഹാരം കഴിക്കാഞ്ഞാൽ കഴിക്കില്ല, കുളിക്കാതിരുന്നാൽ കുളിക്കുകയില്ല. ഞാൻ കോപിച്ചാൽ ഭയന്ന് വിറയ്ക്കും, ശകാരിച്ചാൽ പേടിച്ച് ഒന്നും പറയാതിരിക്കും. അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ണുന്നതിന് മുമ്പ് അവൾ ഉണ്ണുകയില്ല, ഞാൻ കുളിച്ചിട്ടേ അവൾ കുളിക്കൂ. എനിക്ക് കോപം വന്നാൽ അവൾ ഭയന്ന് വിറയ്ക്കും, അധിക്ഷേപിച്ചാൽ മറുവാക്കൊന്നും പറയാതെ മൗനമായിരിക്കും. ഞാൻ ഉണ്ണാതിരുന്നാൽ അവൾ ഉണ്ണുകയില്ല, ഞാൻ കുളിക്കാതിരുന്നാൽ കുളിക്കുകയില്ല. ഞാൻ കോപിച്ചാൽ ഭയപ്പെടും, ഞാൻ അധിക്ഷേപിച്ചാൽ നിശബ്ദയായി തീരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നിൽ പ്രേമത്തോടു കൂടിയവളായിട്ട് എനിക്ക് ഭക്ഷണാദികൾ നൽകിയ ശേഷമല്ലാതെ സ്വയമേവ ഭക്ഷിക്കുകയില്ല. ഞാൻ സ്നാനം കഴിച്ചല്ലാതെ സ്നാനം കഴിക്കുകയില്ല. ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്തും ഏറ്റവും ഭയപ്പെട്ടിരിക്കും. ഞാൻ ശകാരിച്ചാൽ ഒന്നും മിണ്ടാതെയിരിക്കും. ഇതിലത്തെ വ്യാഖ്യാനം ഏഷാ മയ്യഭുക്തേ സതി ന ഭുങ്ക്തേ, ഞാൻ കഴിക്കാഞ്ഞാൽ അവൾ കഴിക്കില്ല. മയിരുഷ്ടേ, ഞാൻ കോപിച്ചാൽ സംത്രസ്ത, ഭയപ്പെട്ടിരിക്കും. ഭവതി, ഇത്രയേ ഉള്ളൂ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏഷാ മയ്യഭുക്തേ സതി ന ഭുങ്ക്തേ, ഞാൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൾ ഭക്ഷിക്കില്ല, ഒന്നും ചെയ്യില്ല. ഞാൻ ചെയ്യുന്നതിനനുസരിച്ചേ അവളെല്ലാം ചെയ്യാറുള്ളൂ എന്നർത്ഥം. ഏഷാ മയ്യഭുക്തേ ന ഭുങ്ക്തേ മയിരുഷ്ടേ, ഞാൻ കോപിച്ചാൽ സംത്രസ്ത, അവൾ ഭയപ്പെട്ടിരിക്കും. ഭവതി. അപ്പോൾ ഏഷാ മയ്യഭുക്തേ സതി ന ഭുങ്ക്തേ മയിരുഷ്ടേ സംത്രസ്ത ഭവതി ആണ് അതിലത്തെ വ്യാഖ്യാനം. ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. പ്രബോധയതി മാവിജ്ഞം വ്യുഷിതേ ശോകകർഷിത വർത്തൈതൽ വത്മൈതത് ഗൃഹമേധീയം വീരസൂരപി നേഷ്യതി. പ്രബോധയതി മാവിജ്ഞം വ്യുഷിതേ ശോകകർഷിത വത്മൈതത് ഗൃഹമേധീയം വീരസൂരപി നേഷ്യതി. എന്നെ അവിവേകിയായിട്ട് കണ്ടാൽ, അർത്ഥം മാം അവിജ്ഞം, എന്നെ അവിവേകിയായിട്ട് കണ്ടാൽ പ്രബോധയതി, നന്നാക്കും, എന്നെ നന്നാക്കും. വീരസൂഹു അപി, വീരന്മാരെ പ്രസവിച്ചവളെങ്കിലും അവൾ
മയി വ്യുഷിതേ, ഞാൻ പോയാൽ അവൾ ശോകം കൊണ്ട് മെലിഞ്ഞ് ഗൃഹസംബന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നിർവഹിക്കാൻ പറ്റില്ല അവളെ കൊണ്ട്. മാം എന്നെ അവിജ്ഞം അവിവേകിയായി കണ്ടാൽ അവൾ എന്നെ പ്രബോധയതി മാവിജ്ഞം, എന്നെ അവിവേകിയായിട്ട് കണ്ടാൽ എന്നെ ബോധിപ്പിക്കും, നന്നായിട്ട് മനസ്സിലാക്കി തരും. വ്യുഷിതേ ശോകകർഷിത, ഞാൻ പോയി കഴിഞ്ഞാൽ ശോകം കൊണ്ട് അവളെ വത്മൈതദ്ഗൃഹമേധീയാം, ശോകം കൊണ്ട് മെലിഞ്ഞ് അവളെ ഗൃഹസംബന്ധമായിട്ട് വീരസൂരപിനേഷിതി, വീരന്മാരെ പെറ്റവളാണെങ്കിലും മെലിഞ്ഞ് അവൾ കാര്യങ്ങളൊക്കെ എങ്ങനെ നിർവഹിക്കും? നേഷ്യതി നയിഷ്യതി, കാര്യങ്ങളൊന്നും ശരിക്ക് വേണ്ട വിധത്തിൽ ചെയ്യില്ല എന്നർത്ഥം. അതിലത്തെ പദങ്ങൾ മാം എന്നെ, അവിജ്ഞം അവിവേകിയായി കണ്ടാൽ, പ്രബോധയതി അവൾ നന്നാക്കും, വീരസൂ അപി വീരന്മാരെ പ്രസവിച്ചവളാണെങ്കിലും അവൾ, മയി വ്യുഷിതേ ഞാൻ പോയാൽ ശോകകർഷിത ഞാൻ പോയാൽ ശോകം കൊണ്ട് മെലിഞ്ഞ്, ഗൃഹമേധീയം ഗൃഹസംബന്ധമായിട്ട്, ഏതത് വർമ്മ ഈ കാര്യങ്ങൾ നയിഷ്യതി നിർവഹിക്കില്ല. അപ്പോൾ ഒന്നുകൂടി പറയാം. മാം അർത്ഥം എന്നെ അവിജ്ഞം അവിവേകിയായി കണ്ടാൽ, പ്രബോധയതി അവൾ നന്നാക്കും, വീരസൂഹു അപി വീരന്മാരെ പ്രസവിച്ചവളാണെങ്കിലും അവൾ, മയി വ്യുഷിതേ ഞാൻ പോയാൽ ശോകകർഷിത ശോകം കൊണ്ട് മെലിഞ്ഞ്, ഗൃഹമേധീയം ഗൃഹസംബന്ധമായിട്ട്, ഏതത് വർമ്മ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ന ഇഷ്യതി നിർവഹിക്കുകയില്ല. അടുത്ത അന്വയം വന്നിട്ട് മാം അവിജ്ഞം പ്രബോധയതി വീരസൂഹു അപി മയി വ്യുഷിതേ ശോകകർഷിത ഗൃഹമേധീയം ഏതത് വർമ്മ ന ഇഷ്യതി. മാം അവിജ്ഞം പ്രബോധയതി വീരസൂഹു അപി മയി വ്യുഷിതേ ശോകകർഷിത ഗൃഹമേധീയം വത്മ ന ഇഷ്യതി, എന്നെ അവിവേകിയായി കണ്ടാൽ അവൾ എന്നെ നന്നാക്കും, വീരന്മാരെ പ്രസവിച്ചവളാണെങ്കിലും അവൾ, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പോയാൽ ശോകം കൊണ്ട് മെലിഞ്ഞ് ആ ഗൃഹസംബന്ധമായിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കുകയില്ല. അജ്ഞനായ എന്നെ ഇവൾ ഇത് ബോധിപ്പിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയാൽ ദുഃഖാർത്തയായിരിക്കുന്ന ഇവൾ വീരന്മാരെ പ്രസവിച്ചവളാണെങ്കിലും ഗൃഹധർമ്മങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നാം മരിച്ചുപോയാൽ അനാഥയും കുട്ടികളെ സംരക്ഷിക്കുവാൻ അശക്തിയുമായ പത്നി എങ്ങനെ ജീവിക്കും? ഞാൻ ഉണ്ണുന്നതിന് മുമ്പ് അവൾ ഉണ്ണുകയില്ല, ഞാൻ കുളിച്ചിട്ടേ അവൾ കുളിക്കൂ, എനിക്ക് കോപം വന്നാൽ അവൾ ഭയന്ന് വിറയ്ക്കും, അധിക്ഷേപിച്ചാൽ മറുവാക്കൊന്നും പറയാതെ മൗനമായിരിക്കും, അവൾ അവിവേകിയായിരിക്കുന്ന എനിക്ക് സതുപദേശങ്ങൾ നൽകും, അവൾ വീരസന്താനങ്ങൾക്ക് ജന്മം കൊടുത്തവൾ ആണെന്ന് അത് ശരി തന്നെ, എങ്കിലും എൻ്റെ വിയോഗത്തിൽ കാര്യങ്ങളെല്ലാം നടത്തുവാൻ പ്രാപ്തിയില്ലാത്തവളായിട്ട് ജീവിതം വെടിഞ്ഞേക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ മയി ദേശാന്തരം ഗതേ ഗൃഹസ്ഥധർമ്മമപി കഥമനുവർത്തയിഷ്യതി, ഞാൻ പോയാൽ എൻ്റെ വിയോഗത്തിൽ ഗതേ മറുലോകത്തിലേക്ക് പോയാൽ ഗൃഹസ്ഥധർമ്മമപി എൻ്റെ ആ കുടുംബത്തിൻ്റെ ആ ഗൃഹസ്ഥധർമ്മത്തെ എങ്ങനെ അനുവർത്തിക്കും? കഥമനുവർത്തയിഷ്യതി എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. മയി ദേശാന്തരം ഗതേ ഗൃഹസ്ഥധർമ്മമപി കഥമനുവർത്തയിഷ്യതി, ഞാനില്ലാതെയാകുമ്പോൾ എന്തെങ്കിലും ചില സംഗതികളെ അനുഷ്ഠിക്കുന്നതിൽ എനിക്ക് ഓർമ്മത്തെറ്റ് വന്നിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്നെ അറിയിക്കും. കാര്യവശാൽ ഞാൻ അന്യദേശ സഞ്ചാരം ചെയ്താൽ അവൾ കൃഷിയായിട്ട് ഭവിക്കും. വീരപുത്രൻ ഉണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ ഈ ഗൃഹസ്ഥധർമ്മങ്ങളൊന്നും
അനുഷ്ഠിക്കുമോ എന്നത് സംശയമാണ്. എന്നോടുകൂടെ തന്നെ, അഥവാ അങ്ങനെയാണെങ്കിൽ എന്നോടുകൂടെ തന്നെ അവൾ മരിക്കുമോ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. ആണ് പ്രബോധയതി മാവിജ്ഞം യുഷിതേ ശോകകർഷിത വത്മേതൽ ഗൃഹമേധിയം വീരസൂരപി നേഷതി. അടുത്ത ശ്ലോകം കഥം नु ധാരകാദീനാ ധാരകീർ പരായണാ വർത്തിഷ്യന്തേ മയി ഗതേ ഭിന്നനാവ ഇവോദധൗ. കഥം नु ധാരകാദീനാ ധാരകീർ പരായണാ വർത്തിഷ്യന്തേ മയി ഗതേ ഭിന്നനാവ ഇവോദധൗ. ഞാൻ വിട്ടുപിരിഞ്ഞാൽ, മയി ഗതേ ഞാൻ വിട്ടുപിരിഞ്ഞാൽ, അപരായണ അന്യാവലംബം ഇല്ലാതെ ദീനരാകുന്ന ആ പുത്രരും ധാരകീഹി വ പുത്രിമാരും കൂടി സമുദ്രത്തിൽ പിളർന്ന കപ്പലിൽ ഇരിക്കുന്ന ഭിന്നനാവ പിളർന്ന കപ്പലിൽ ഇരിക്കുന്നവരെ പോലെ എങ്ങനെ വർത്തിഷ്യത ജീവിക്കും, എങ്ങനെയാണ് അവർ ജീവിക്കുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ മയി ഗതേ ഞാൻ വിട്ടുപിരിഞ്ഞാൽ, അപരായണാഹ അന്യാവലംബം ഇല്ലാതെ ദീനരാകുന്ന ധാരകാഹ പുത്രരും ധാരകീവ പുത്രിമാരും ഉദധൗ സമുദ്രത്തിൽ ഭിന്നനാവഹ ഇവ പിളർന്ന കപ്പലിൽ ഇരിക്കുന്നവരെ പോലെ കഥം नु എങ്ങനെ വർത്തിഷ്യന്തേ ഭവിക്കും. കഥം नु ധാരകാ ദീനാ ധാരകീർ പരായണാ വർത്തിഷ്യന്തേ മയി ഗതേ ഭിന്നനാവ ഇവോദധൗ. ഞാൻ വിട്ടുപിരിഞ്ഞാൽ, മയി ഗതേ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുപിരിഞ്ഞാൽ, അപരായണാ അന്യാവലംബം ഇല്ലാതെ ദീനരാകുന്ന ധാരകാഹ പുത്രരും ധാരകീ പുത്രിമാരും ഉദധൗ സമുദ്രത്തിൽ ഭിന്നനാവഹ ഇവ പിളർന്ന കപ്പലിൽ ഇരിക്കുന്നവരെ പോലെ കഥം नु എങ്ങനെ വർത്തിഷ്യന്തേ ജീവിക്കും. അതിൽ തന്മയം വന്നിട്ട് മയി ഗതേ അപരായണാഹ ദീനാഹ ധാരകാഹ ധാരകീവാ ഉദധൗ ഭിന്നനാവഹ ഇവ കഥം नु വർത്തിഷ്യന്തേ. മയി ഗതേ അപരായണാഹ ദീനാഹ ധാരകാഹ ധാരകീവാ ഉദധൗ ഭിന്നനാവഹ ഇവ കഥം नु വർത്തിഷ്യന്തേ. ഞാൻ വിട്ടുപിരിഞ്ഞാൽ അന്യാവലംബമില്ലാതെ ദീനരാകുന്ന പുത്രരും പുത്രിമാരും സമുദ്രത്തിൽ പിളർന്ന കപ്പലിൽ ഇരിക്കുന്നവരെ പോലെ എങ്ങനെ ജീവിക്കും. അപ്പോൾ നാം ഈ ഇഹലോകത്തിൽ നിന്നും നാം ഇഹലോകവാസം വെടിഞ്ഞാൽ ദീനരും അന്യാശ്രയമില്ലാത്തവരുമായിരിക്കുന്ന പുത്രന്മാരും പുത്രിമാരും മറ്റും നടുക്കടലിൽ പൊളിഞ്ഞ കപ്പലിൽ പെട്ടവരെ പോലെ ആവുകയില്ലേ. ഞാൻ പോയാൽ ദീനന്മാരും ആശ്രയരഹിതരും ആയിരിക്കുന്ന പുത്രിമാർ ഇവർ സമുദ്രത്തിൽ തോണി നഷ്ടപ്പെട്ടവരെ പോലെ എങ്ങനെ ജീവിക്കും. ഞാൻ ഇല്ലാതെയാകുമ്പോൾ ദുഃഖിതരായിരിക്കുന്ന എൻ്റെ പുത്രന്മാരും പുത്രികളും അന്യരെ ആശ്രയിച്ചവരായിട്ട് ആ കപ്പൽ പൊളിഞ്ഞു പോയ ശേഷം സമുദ്രത്തെ ആശ്രയിച്ചവരെ എന്ന പോലെ എങ്ങനെ ജീവസന്ധാരണം ചെയ്യും എന്നുള്ളതാണ് ആ ശ്ലോകം കൊണ്ട് ചോദിച്ചത്. അപ്പോൾ ഇവിടെ അതിൻ്റെ കിംജ ഏതേ ദീനാഹ പുത്ര, പിന്നെ ഈ ദീനന്മാരായിരിക്കുന്ന പുത്രന്മാരും കന്യാശ്ച പുത്രിമാരും മയി ഗതേ ഞാൻ പോയാൽ കഥം വർത്തിഷ്യന്തെ അവരൊക്കെ ഇവിടെ എങ്ങനെ വർത്തിക്കും. കിംജ ഇവരെല്ലാവരും ഏതേ ദീനാഹ ദീനന്മാരായിരിക്കുന്ന പുത്രന്മാരും കന്യാശ്ച കന്യകമാരും പുത്രിമാരും മയി ഗതേ ഞാൻ പോയി കഴിഞ്ഞാൽ കഥം വർത്തിഷ്യന്തേ എങ്ങനെ ഇവിടെ വർത്തിക്കും. കിംച ഏതേ ദീനാഹ പുത്രാഹ കന്യാശ്ച മയി ഗതേ കഥം വർത്തിഷ്യന്തേ ഉള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ഏവം കൃപണയാ ബുദ്ധ്യാ ശോചന്തമദർഹണം ഗൃഹീതും കൃതധീരേനം ഭയനാമാഭ്യപശ്യത. ഏവം കൃപണയാ ബുദ്ധ്യാ ശോചന്തമദർഹണം ഗ്രഹീതും കൃതധീരേനം ഭയനാമാഭ്യപദ്യത. അപ്പോൾ അനാവശ്യമായിട്ട് ദയനീയമായിരിക്കുന്ന മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ
പരിതപിക്കണ ഇവനെ ഭയൻ എന്നവൻ പിടികൂടുവാൻ ഒരുങ്ങിയവനായിട്ട് ഇവിടെ വന്നെത്തി. അപ്പം ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിചാരിച്ചിട്ട് പരിതപിക്കുന്ന എന്നെ ഭയം എന്ന് പറയുന്ന അവൻ ഭയൻ എന്നവൻ എന്നെ പിടികൂടുവാൻ വേണ്ടിയിട്ട് അവിടെ വന്നെത്തി. ഏവം കൃപണയാ ബുദ്ധ്യ, ഇപ്രകാരം ദയനീയമായിട്ട് ആ മനസ്സോടു കൂടിയിട്ട് ഇങ്ങനെ ശോചന്തമതദർഹണം പരിതപിക്കണ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് പരിതപിക്കണ എന്നെ ഗ്രഹീതും പിടിക്കാനായിട്ട് കൃതധീരേനം പിടികൂടുവാനായിട്ട് ഒരുങ്ങിയവനായിട്ട് കൃതധീരേനം അഭ്യപദ്യത ഭയം ഭയാനാമഭ്യപദ്യത ഭയം അവിടെ വന്നെത്തി എന്നർത്ഥം. അപ്പോൾ അതദർഹണം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് കൃപണയ ദയനീയമായിട്ട് ബുദ്ധ്യ മനസ്സോടുകൂടി അനാവശ്യമായി ദയനീയമായ ആ മനസ്സോടു കൂടിയിട്ട് ഏവം ഇപ്രകാരം ഇങ്ങനെ പരിതപിക്കണ ശോചന്തം ഏനം ഇവനെ ഇങ്ങനെ ഇപ്രകാരം പരിതപിക്കുന്ന എന്നെ ഭയനാമ ഭയൻ എന്നവൻ ഭയൻ എന്ന പേരുള്ളവൻ ഗ്രഹീതം പിടികൂടുവാനായിട്ട് കൃതധീ ഒരുങ്ങിയവനായിട്ട് അഭ്യപദ്യത വന്നെത്തി. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഇതിലത്തെ പദങ്ങൾ നോക്കാം. അതദർഹണം അനാവശ്യമായിട്ട്, കൃപണയ ദയനീയമായ, ബുദ്ധ്യ മനസ്സോടെ, ഏവം ഇങ്ങനെ, ശോചന്തം പരിതപിക്കുന്ന, ഏനം ഇവനെ, ഭയനാമ ഭയൻ എന്നവൻ, ഗ്രഹീതും പിടികൂടുവാൻ, കൃതധീ ഒരുങ്ങിയവനായിട്ട് അഭ്യപദ്യത വന്നെത്തി. അതിലത്തെ അന്വയം അതദർഹണം കൃപണയാ ബുദ്ധ്യ ഏവം ശോചന്തം ഏനം ഭയനാമാ ഗ്രഹീതും കൃതധീ അഭ്യപദ്യത. എന്നുകൂടി പറയാം. അതദർഹണം കൃപണയാ ബുദ്ധ്യ ഏവം ശോചന്തം ഏനം ഭയനാമ ഗ്രഹീതും കൃതധീ അഭ്യപദ്യത. അനാവശ്യമായിട്ട് ദയനീയമായിട്ട് മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ പരിതപിക്കുന്ന ഇവനെ ആ ഭയൻ എന്നവൻ പിടികൂടുവാൻ ഒരുങ്ങിയവനായിട്ട് വന്നെത്തി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ പുത്രപൗത്രാദികളുടെ ഭാവിയെപ്പറ്റി ആരും ചിന്തിച്ച് ഖേദിക്കേണ്ടതില്ല. എന്നാൽ ആ പുരഞ്ജനൻ അവരെപ്പറ്റി ഓർത്ത് വല്ലാതെ ദുഃഖിച്ചു. ഈ സന്ദർഭത്തിൽ ഭയനെന്ന യവനപതി പുരഞ്ജനനെ പിടികൂടുവാൻ വന്നെത്തി അർത്ഥം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആ കാർപ്പണ്യബുദ്ധിയോടെ വ്യസനിക്കുന്നവനും വാസ്തവത്തിൽ വ്യസനത്തിന് അനർഹനും ആയിരിക്കുന്ന ഇയാളെ പിടികൂടുവാൻ തീരുമാനിച്ച് ഭയം എന്നവൻ അവിടെ എത്തി. ആ ഗൃഹാദികളിലുള്ള മോഹം നിമിത്തം ഇപ്രകാരം ഖേദിക്കുന്നവനും വാസ്തവത്തിൽ ഈ വിധം ക്ലേശിക്കാൻ തക്ക സ്ഥിതിയിൽ അല്ലാത്തവനുമായിരിക്കുന്ന ആ പുരഞ്ജരനെ പിടിപ്പാനായിക്കൊണ്ട് ഒരുക്കത്തോടു കൂടിയിട്ട് ആ ഭയമെന്ന പേരോട് കൂടിയ യവനേശ്വരൻ സമീപത്തേക്ക് വന്നു ചേർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വ്യാഖ്യാനത്തിലെ ഏവം ബുദ്ധിയാ ശോചന്തം ഇപ്രകാരം ബുദ്ധി കൊണ്ട് ശോചിക്കുന്ന പുരഞ്ജരനെ ഗ്രഹീതും പിടിക്കാനായിട്ട് ഭയനാമ പ്രാപ അഭയം എന്ന യവനേശ്വരൻ അവിടെ പ്രാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഏവം ഹേ ബർഹിഷ്മൻ അല്ലയോ പ്രചേതസ് ബർഹിഷ്മൻ പ്രാചീന ബർഹിസേ പ്രകാരം ബുദ്ധിയാ ശോചന്തം ബുദ്ധി കൊണ്ട് ശോചിക്കുന്ന ആ പുരഞ്ജരനെ ഗ്രഹീതും പിടിക്കാനായിട്ട് ഭയനാമ പ്രാപ ഏവം ബുദ്ധ്യാ ശോചന്തം പുരഞ്ജനം ഗ്രഹീതും ഭയനാമ പ്രാപ ഇപ്രകാരം ആ പുരഞ്ജരനെ പിടിക്കാനായിട്ട് ഭയം എന്ന ഇപ്രകാരം ഇങ്ങനെ ശോചിക്കണത് ഈ മക്കളെ പറ്റിയിട്ടും ഭാര്യയെ പറ്റിയിട്ടും ഒക്കെ ശോചിക്കുന്ന ആ പുരഞ്ജരനെ പിടിക്കാനായിട്ട് അവിടെ ആ ഭയം എന്നുള്ള യവനേശ്വരൻ വന്നെത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം. പശുവത്
യവനൈരേഷ നീയമാനഃ സ്വയം ക്ഷയം അന്വദ്രവന്നനുപഥാ ശോചന്തോ ഭൃശമാതുരാः പശുവത് യവനൈരേഷ നീയമാനഃ സ്വയം ക്ഷയം അന്വദ്രവന്നനുപഥാ ശോചന്തോ ഭൃശമാതുരാः. പശുവിനെ പോലെ ഇവൻ ആ യവനന്മാരാൽ അവരുടെ ആ സങ്കേതത്തിലേക്ക് നയിക്കവേ അനുയായികളും ഏറ്റവും വിവശതയോടെ ശോചിച്ചുകൊണ്ട് പുറകെ പോയി. അങ്ങനെ അനുശോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പശുവിനെ പോലെ ഇവൻ, ഈ പുരഞ്ജനൻ ഒരു പശുവിനെ പോലെ, ഒരു മൃഗത്തെ പോലെ എന്ത് ചെയ്തു? ഇവൻ ആ യവനന്മാരാൽ അവരുടെ സങ്കേതത്തിലേക്ക് അങ്ങനെ നയിക്കവേ ആ കൂടെ ഉണ്ടായിരുന്നവരും അനുയായികളും ഭൃശം ഏറ്റവും ആതുരന്മാരായിട്ട് അവരുടെ കൂടെ ശോചിച്ചുകൊണ്ട് തന്നെ അന്വദ്രവൻ പുറകെ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പശുവിനെ പോലെ ഏഷഹ ഇവൻ യവനന്മാരാൽ സ്വകം ക്ഷയം അവരുടെ സങ്കേതത്തിലേക്ക് നീയമാനഃ നയിക്കവേ അനുപഥാഹ അനുയായികളും ഭൃശം ഏറ്റവും ആതുരാഹ വിവശതയോടുകൂടിയിട്ട് ശോചിച്ചുകൊണ്ട് അന്വദ്രവൻ അവരും വളരെ വ്യസനിച്ചുകൊണ്ട് ആ ഭയൻ തുടങ്ങിയിട്ടുള്ള യവനന്മാരുടെ കൂടെ അവരുടെ സങ്കേതത്തിലേക്ക് പുറകെ പോയി. പുരഞ്ജനനെ പിന്തുടർന്നുകൊണ്ട് അതർത്ഥം. പശുവിനെ പോലെ ഏഷഹ ഇവൻ യവനന്മാരാൽ സ്വകം ക്ഷയം അവരുടെ സങ്കേതത്തിലേക്ക് നീയമാനഃ നയിക്കവേ അനുപഥാഹ അനുയായികളും ഭൃശം ഏറ്റവും ആതുരാഹ വിവശതയോടെ അവരും ഏറ്റവും വിവശതയോടെ ശോചന്തഃ അന്വദ്രവൻ പുറകെ പോയി. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് പശുവത് ഏഷഹ യവനൈഹി സാകം ക്ഷയം പശുവത് ഏഷഹ യവനൈഹി സ്വകം ക്ഷയം നീയമാനഃ അനുപഥാഹ ഭൃശം ആതുരാഹ ശോചന്തഃ അന്വദ്രവൻ. പശുവിനെ പോലെ ഇവൻ ആ യവനന്മാരാൽ അവരുടെ സങ്കേതത്തിലേക്ക് നയിക്കവേ അനുയായികളും ഏറ്റവും വിവശതയോടുകൂടിയിട്ട് ശോചിച്ചുകൊണ്ട് അവൻ്റെ പുറകെ പോയി. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഭയനെന്ന യവന് പ്രതി ആ പുരഞ്ജനനെ പിടികൂടുവാനായി വന്നെത്തി മരണഭയം സമാഗതമായെന്നർത്ഥം. അപ്പോൾ യവനന്മാരാൽ പശുവിനെ കെട്ടിവലിക്കും പോലെ ആ പുരഞ്ജനൻ അവരുടെ സങ്കേതത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ദുഃഖിതരായിരിക്കുന്ന ആ പരിവാരങ്ങളും അവനെ അനുഗമിച്ചു. പരിവാരങ്ങളെന്നാൽ ആ പ്രാണൻ്റെ അനുയായികൾ എന്നർത്ഥം. ആ ജീവൻ്റെ ബാക്കിയുള്ള മറ്റ് അവസ്ഥകളെല്ലാം ആ മരണത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇയാൾ യവനന്മാരാൽ മൃഗമെന്ന പോലെ ആ സ്വാമിയുടെ ഗൃഹത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ അയാളുടെ ഭൃത്യന്മാരെല്ലാം വ്യസനാക്രാന്തന്മാരും പരവശരും ആയിട്ട് അദ്ദേഹത്തെ അനുഗമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ അംശം ആയിരിക്കുന്ന ജീവൻ ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കെ ഈ വിധം ക്ലേശിപ്പാൻ അർഹമല്ല. ക്ലേശിപ്പാൻ അർഹനല്ല. രാജഗുണ സംബന്ധം നിമിത്തം ആ സ്വരൂപത്തെ മറയ്ക്കുകയും ദേഹേന്ദ്രിയങ്ങളെ ആത്മത്വേന അഭിമാനിക്കുകയും ചെയ്തതിനാൽ ദുഃഖത്തിനും മരണത്തിനും പാത്രമായിരിക്കുന്നു എന്നതിനെ കാണിച്ചിട്ട് ഇതിനു മുൻപേ വിവരിച്ച ആ ദുഷിച്ച ആ രീതികളെല്ലാം ആ ശരീരാഭിമാനത്തോടുകൂടെ ആ ഗൃഹസ്ഥ ജീവിത രീതിയെ ആശ്രയിച്ചിരിക്കുന്ന
അജ്ഞാനികളുടെ അസാധാരണ സമ്പ്രദായത്തെ വർണ്ണിച്ച് കഥയ്ക്ക് ഭംഗി വരുത്തുവാൻ മാത്രം ആണെന്ന് ധരിക്കണം. ഇങ്ങനെ ഇവനെ യവനന്മാർ പശുവിനെ എന്ന പോലെ കയറിട്ട് കെട്ടിവലിച്ച് അവരുടെ വാസസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ഭൃത്യപുത്രാദികൾ പിരിഞ്ഞിരിപ്പാൻ അശക്തന്മാരും ദുഃഖിതരുമായിട്ട് അവനോട് ഒരുമിച്ച് തന്നെ അവൻ്റെ കൂടെ പോയി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം. വ്യാഖ്യാനം തതോ യദൈഷഃ യവനൈഹി. അപ്പോൾ ഈ യവനന്മാർ സ്വസ്ഥാനം നീയമാനം യദൈഷഃ ഇവനെ ആ സ്വസ്ഥാനത്തിലേക്ക് നയിച്ചു. നീയമാനഹസ്തദാനുപഥാഹ. അപ്പം അതിൻ്റെ കൂടെ അവൻ്റെ അനുചരന്മാരും ശോചന്തോ ശോചിച്ചുകൊണ്ട് തന്നെ ശോചന്തോഭ്യ ദ്രവൻ ശോചന്തോ അഭ്യദ്രവൻ. അപ്പോൾ തതോ യദൈഷഃ യവനൈഹി. അങ്ങനെ ആ ഇവനെ യദൈഷഃ യവനൈഹി ആ യവനന്മാർ സ്വസ്ഥാനം സ്വന്തം സ്ഥാനത്തേക്ക് നീയമാനഃ നയിച്ചപ്പോൾ തദാനുപഥാഹ അവരുടെ അനുചരന്മാരും ശോചന്തോ അഭ്യദ്രവൻ ശോചിച്ചുകൊണ്ട് അവനെ പിന്തുടർന്നു. അഭ്യദ്രവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തതോ യദൈഷഃ യവനൈഹി സ്വസ്ഥാനം നീയമാന തദാനുപഥാ ശോചന്തോഭ്യദ്രവൻ. അപ്പോൾ പരിവാരങ്ങൾ എന്നാൽ ആ പ്രാണൻ്റെ അനുയായി. ഇവിടെ ആ വേദാന്തപരമായിരിക്കുന്ന ഒരു പ്രധാന തത്വം അടങ്ങിയിരിക്കുന്നുണ്ട്. ജീവനോടൊപ്പം പ്രാണങ്ങളും ഇന്ദ്രിയങ്ങളും യാതനാദേഹത്തെ അനുഗമിക്കുന്നു എന്ന് കാണിക്കുന്ന തമുൽക്രാമന്തം പ്രാണോ അനുക്രാമതി പ്രാണമനുക്രാമന്തം സർവേ പ്രാണ അനൂത്ക്രാമന്തി. ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്നുണ്ട്. എല്ലാം അതിനെ പിന്തുടർന്ന് പോയി എന്നർത്ഥം. അതാണ്. അപ്പോൾ പ്രാണങ്ങളും ഇന്ദ്രിയങ്ങളും യാതനാദേഹവും അതാണ് തമുൽക്രാമന്തം പ്രാണോനുക്രാമതി പ്രാണമനുക്രാമന്തം സർവേ പ്രാണ അനൂൽക്രാമന്തി. ശ്രീധരാചാര്യകൾ ഉദ്ധരിക്കുന്നുണ്ട്. ശ്രീധരാചാര്യർ ഉദ്ധരിക്കുന്നുണ്ട്. സോധ്യക്ഷേ തതുപഗമാദിഭ്യ. ആ അധ്യക്ഷാധികരണത്തിലെ ശങ്കരാചാര്യസ്വാമികളും ഇതേ ശ്രുതിവാക്യം ഉദ്ധരിക്കുന്നുണ്ട്. ഊർധ്വൻ വലിക്കുമ്പോഴാണ് പ്രാണങ്ങളെല്ലാം ആത്മാവിനെ സമീപിക്കുന്നത്. അവയെല്ലാം ജീവനെ പിന്തുടരുകയും ചെയ്യുന്നുവെന്ന് സാരം. ജീവന് കർമ്മബന്ധം വന്നു ചേരുന്നത് എങ്ങനെയെന്നും ദേഹാന്തരപ്രാപ്തി എങ്ങനെയെന്നും മറ്റുമുള്ള വേദാന്ത തത്വങ്ങൾ ഈ അധികരണത്തിൽ അടങ്ങിയിരിക്കണമെന്നർത്ഥം. ദേഹത്തിൽ നിന്ന് മരിക്കുമ്പോൾ എന്താണോ ബഹിർഗമിക്കുന്നത് അതാണ് പുനർജന്മം സ്വീകരിക്കുന്നത്. അതിനെ ലിംഗശരീരം എന്ന് വിശേഷിപ്പിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണങ്ങളും ചേർന്നതാണ് പ്രാണമയകോശം. ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് മനോമയകോശം. കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണങ്ങളും ചേർന്നതാണ് പ്രാണമയകോശം. ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് മനോമയകോശം. ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും ചേർന്നതാണ് വിജ്ഞാനമയകോശം. ഈ 3 കോശങ്ങളും ചേർന്നതാണ് ലിംഗശരീരം. ഈ തത്വങ്ങൾ ഇതിനു മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ശ്ലോകം പുരീം വിഹായോപഗത ഉപരുദ്ധോ ഭുജംഗമഃ യദാ തമേവാനുപുരീ വിശീർണാ പ്രകൃതിം ഗത. പുരീം വിഹായോപഗത ഉപരുദ്ധോ ഭുജംഗമഃ യദാ തമേവാനുപുരീ വിശീർണാ പ്രകൃതിം ഗത. പുരി എന്ന് പറഞ്ഞാൽ നഗരം എപ്പോൾ പൊളിഞ്ഞ് ആ പ്രാകൃതാവസ്ഥയെ പ്രാപിച്ചുവോ അപ്പോൾ എന്നർത്ഥം. എപ്പോൾ അത് പൊളിഞ്ഞ് ആ പ്രാകൃതാവസ്ഥയെ പ്രാപിച്ചുവോ അപ്പോൾ ആ തടഞ്ഞു വയ്ക്കപ്പെട്ട പാമ്പും ആ നഗരം വെടിഞ്ഞ് അതുതന്നെ പിന്തുടർന്ന്
കൂടെ പോയി. ആ പാമ്പും അവിടെ അതിൻ്റെ കൂടെ ഒപ്പം പോയി എന്നർത്ഥം. പുരീം വിഹായോപഗത, ആ പുരിയെ വിട്ടിട്ട് ഉപരുദ്ധോ ഭുജംഗമഃ, ആ തടഞ്ഞു വെക്കപ്പെട്ട ആ പാമ്പും യഥാ തദേവാനുപുരി, ആ നഗരം വെടിഞ്ഞ് കൂടെ പോയി എന്നർത്ഥം. പുരി എന്ന് പറഞ്ഞാൽ നഗരം, യഥാ എപ്പോൾ, വിശീർണ പൊളിഞ്ഞ്, പുരി വിശീർണ, ആ പുരി എപ്പോൾ പൊളിഞ്ഞ്, പ്രകൃതിയും പ്രാകൃതാവസ്ഥയെ ഗത പ്രാപിച്ചുവോ, ആ പുരി എപ്പോൾ പൊളിഞ്ഞ് ആ പ്രാകൃതാവസ്ഥയെ പ്രാപിച്ചുവോ അപ്പോൾ ഉപരുദ്ധ തടഞ്ഞു വെക്കപ്പെട്ട അഭുജംഗമ പാമ്പും പുരിയും ആ നഗരം വിട്ട്, നഗരം വെടിഞ്ഞ്, പുരിയും വിഹായ നഗരം വെടിഞ്ഞിട്ട്, തം ഏവ അതുതന്നെ പിന്തുടർന്ന്, ആ പോണ സ്ഥലത്തേക്ക് അതിനെ പിന്തുടർന്നുകൊണ്ട് ഉപഗത കൂടെ പോയി എന്നർത്ഥം. അപ്പോൾ അടുത്ത പദങ്ങൾ നോക്കാം. പുരി നഗരം, യഥാ എപ്പോൾ, വിശീർണ പൊളിഞ്ഞ്, പ്രകൃതിയും പ്രാകൃതാവസ്ഥയെ ഗത പ്രാപിച്ചുവോ അപ്പോൾ, ഉപരുദ്ധ തടഞ്ഞു വെക്കപ്പെട്ട, ഭുജംഗമഃ പാമ്പും, പുരിയും നഗരം, വിഹായ വെടിഞ്ഞ്, തം ഏവ അതുതന്നെ, അനു പിന്തുടർന്ന്, ഉപഗത കൂടെ പോയി. കൂടി പറയാം. പുരി നഗരം, യഥാ എപ്പോൾ, വിശീർണ പൊളിഞ്ഞ്, പ്രകൃതിയും പ്രാകൃതാവസ്ഥയെ ഗത പ്രാപിച്ചുവോ അപ്പോൾ, ഉപരുദ്ധ തടഞ്ഞു വെക്കപ്പെട്ട, ഭുജംഗമഃ പാമ്പും, പുരിയും നഗരം, വിഹായ വെടിഞ്ഞ്, തം ഏവ അതുതന്നെ, അനു പിന്തുടർന്ന്, ഉപഗത കൂടെ പോയി. പോലത്തെ അന്വയം വന്നിട്ട് പുരി യഥാ വിശീർണ പ്രകൃതിം ഗത ഉപരുദ്ധ ഭുജംഗമഃ പുരീം വിഹായ തം ഏവ അനു ഉപഗതഃ. പുരി യഥാ വിശീർണ പ്രകൃതിം ഗത ഉപരുദ്ധഃ ഭുജംഗമഃ പുരീം വിഹായ തം ഏവ അനു ഉപഗതഃ. ആ നഗരം എപ്പോൾ പൊളിഞ്ഞ് ആ പ്രാകൃതാവസ്ഥയെ പ്രാപിച്ചുവോ അപ്പോൾ, ആ തടഞ്ഞു വെക്കപ്പെട്ട പാമ്പും ആ നഗരം വെടിഞ്ഞ് അതുതന്നെ പിന്തുടർന്ന് ഉപാഗത കൂടെ പോയി. ആ യവന സൈന്യത്താൽ ഗതിമുട്ടിയിരിക്കുന്ന ആ സർപ്പം ആ നഗരത്തെ ഉപേക്ഷിച്ച് പോയപ്പോൾ അവിടെ ജീർണിച്ച പ്രാകൃതാവസ്ഥയെ പ്രാപിച്ചു. അവിടം ജീർണിച്ച് പ്രാകൃതാവസ്ഥയെ പ്രാപിച്ചു എന്നർത്ഥം. ആ ജീവൻ, അപ്പോൾ ആ പുരഞ്ജനൻ ജീവൻ വെടിഞ്ഞു എന്നർത്ഥം. അപ്പോൾ സംരക്ഷണമില്ലാതായാൽ കെട്ടിടങ്ങൾ നിലംപതിക്കുന്നു എന്നത് നിത്യം അനുഭവമാണ്. ക്രമേണ അത് മണ്ണായി തീരുകയും ചെയ്യുന്നു. അതുപോലെ ജീവൻ ബഹിർഗമിച്ചാൽ ആ ജഡവും പഞ്ചഭൂതാത്മകവുമായിരിക്കുന്ന ശരീരം ഉരുത്തിരിഞ്ഞ് അതാതിലേക്ക് ലയിക്കണമെന്നർത്ഥം. തലയോട് ത്വക്ക് കുടൽമാല മാംസം നഖം ഇത്യാദികൾ പൃഥിവ്യംശങ്ങൾ, രക്തം മൂത്രം ഉമിനീർ വിയർപ്പ് ഇത്യാദികൾ ജലാംശം, വിശപ്പ് ദാഹം മോഹം വികാരങ്ങൾ മൈഥുനം ഇത്യാദി അഗ്നിയംശം, സംസാരശേഷി ശ്വാസോച്ഛ്വാസം എന്നിവ വായുവംശം, കാമക്രോധാദി വികാരങ്ങൾ ആകാശാംശം. ജീവൻ പോയാൽ ഇവ ക്രമത്തിൽ അതാത് ഭൂതങ്ങളിൽ ലയിക്കുന്നു അർത്ഥം. കപാല ചർമാന്ത്രാസ്ഥി മാംസ നഖാനി പൃഥിവ്യംശാഃ രക്തമൂത്രലാലാ എന്നിട്ട് പറയാം. കപാലചർമാന്ത്രാസ്ഥി മാംസ നഖാനി പൃഥിവ്യംശാഃ രക്തമൂത്രലാലാസ്വേദാദികമഭംശാഃ ക്ഷുതൃഷ്ണോഷ്ണമോഹമൈഥുനാദ്യാ അഗ്ന്യംശാഃ പ്രചാരണോത്താരണശ്വാസാദികാ വായുവംശാഃ കാമക്രോധാദയോ വ്യോമാംശാഃ. പൈങ്കളയ ഉപനിഷത്തിൽ പറയുന്നതാണ്.
അപ്പോൾ ഓരോന്ന് അതാതിൻ്റെ ആ അവസ്ഥയിലേക്ക് ആ ജീവൻ പോയി കഴിഞ്ഞാൽ ബാക്കി ആ ശരീരത്തിലത്തെ ഓരോ തത്വങ്ങളും അതാത് അവസ്ഥയിലേക്ക് ചെന്നിട്ട് ലയിക്കുകയാണ് ചെയ്യണത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ത്വക്ക്, തലയോട്, കുടൽമാല, മാംസം, നഖം ഇത്യാദികൾ പൃഥിവ്യംശമാണ്. അപ്പോൾ പൃഥിവിയിൽ ലയിക്കും. അവയൊക്കെ പൃഥിവിയോട് ചേരും. മരിച്ചു കഴിഞ്ഞ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അതിലെ ഈ അംശങ്ങളൊക്കെ അത് ഭൂമിയോട് ലയിക്കും. രക്തം, മൂത്രം, ഉമിനീർ, വിയർപ്പ് ഇത്യാദികൾ ജലാംശം, അത് ജലത്തിൻ്റെ അംശത്തിലേക്ക് ലയിക്കും. വിശപ്പ്, ദാഹം, മോഹം, വികാരങ്ങൾ, മൈഥുനം ഇത്യാദി ഇരിക്കുന്ന അഗ്നി അംശം അഗ്നിയിൽ ലയിക്കും. സംസാരശേഷി, ശ്വാസോച്ഛ്വാസം എന്നിവ വായുവംശം വായുവിൽ ലയിക്കും. കാമക്രോധാദി വികാരങ്ങൾ ആകാശാംശം ആകാശത്തിൽ ലയിക്കും. അങ്ങനെ ജീവൻ പോയാൽ ഇവ ക്രമത്തിൽ അതാത് ഭൂതങ്ങളിൽ ലയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ മരണശേഷം പുറമേയുള്ളവയുമായിട്ട് ലയിപ്പിക്കുന്ന മന്ത്രങ്ങളാണ് ഇദന്ത ഏക പര ഊത ഏകം എന്ന സൂക്തങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നിലേക്ക് ലയിക്കണു എന്നുള്ളത് ആ ഉപനിഷത്തുകളിലൊക്കെ ആ തത്വങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ യവനന്മാരാൽ തടുക്കപ്പെട്ട ആ പുരപാലകനായിരിക്കുന്ന സർപ്പം പുരം വിട്ടു പോയപ്പോൾ അവിടം ഛിന്ന ഭിന്നമായി അതിൻ്റെ കാരണമായിരിക്കുന്ന പ്രകൃതിയെ തന്നെ അത് പ്രാപിച്ചു. അപ്പോൾ ആ സൂക്ഷ്മ ശരീരം ജീവനെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോൾ നോക്കാം. ഭഗവാന്റെ ആ അംശമായിരിക്കുന്ന ജീവൻ സച്ചിദാനന്ദ സ്വരൂപം ആയിരിക്കെ ഈ വിധം ക്ലേശിപ്പാനർഹമല്ല. രജോ ഗുണസംബന്ധം നിമിത്തം ആ സ്വരൂപത്തെ മറയ്ക്കുകയും ദേഹേന്ദ്രിയങ്ങളെ ആത്മത്വേന അഭിമാനിക്കുകയും ചെയ്തതിനാൽ ദുഃഖത്തിനും മരണത്തിനും പാത്രമായിരിക്കുന്നു എന്നതിനെ കാണിച്ചിട്ട് ഇതിനു മുമ്പേ വിവരിച്ച ആ ദുഷിച്ച രീതികളെയെല്ലാം ആ ശരീരാഭിമാനത്തോടുകൂടെ ഗൃഹസ്ഥ ജീവിത രീതിയെ ആശ്രയിച്ചിരിക്കുന്ന ആ അജ്ഞാനികളുടെ സാധാരണ സമ്പ്രദായത്തെ വർണ്ണിച്ച് കഥയ്ക്ക് ഭംഗി വരുത്തുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇവനെ ആ യവനന്മാർ പശുവിനെ എന്ന പോലെ കയറിട്ട് കെട്ടിവലിച്ച് അവരുടെ വാസസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ്റെ ആ ഭൃത്യ പൗത്രാദികൾ പിരിഞ്ഞിരിപ്പാൻ അശക്തരായിട്ട് ദുഃഖിതന്മാരുമായിട്ട് അവരോടൊന്നിച്ച് തന്നെ പോയി. ആ സൂക്ഷ്മ ശരീരം ജീവനെ വിട്ടിരിക്കയില്ല. യമദൂതന്മാർ സൂക്ഷ്മ ശരീരത്തോടുകൂടെ ആ നരലോകത്തിലേക്ക് ജീവനെ നയിപ്പിക്കും എന്നും സൂചിപ്പിക്കുന്നതാകുന്നു. അപ്പോൾ യവനന്മാരാൽ നിരോധിക്കപ്പെട്ടിരുന്ന ആ പുരപാലകനായിരിക്കുന്ന സർപ്പം പുറത്തേക്ക് എപ്പോൾ പോയോ അചിരേണ ആ പുരിയെല്ലാം തകർന്ന് ഭൂമിയോട് ചേർന്നു. പ്രാണനിർഗമനാനന്തരം ആ സ്ഥൂല ശരീരം മഹാഭൂതങ്ങളിൽ ലയിച്ചു. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരം ജീർണിക്കുകയോ ദഹിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. ആ സമയത്ത് ഭൂമിയാദി ഭൂതാംശങ്ങൾ അതാത് മഹാഭൂതങ്ങളിൽ ചേരുന്നത് സ്വാഭാവികം ആണെന്ന് വിവരിച്ചതാകുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇതിലത്തെ ആ ഒരു കാര്യം ചെയ്യാം. ഇതിലത്തെ വ്യാഖ്യാനം കൂടെ നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് ഉള്ളത്? ഒരു മിനിറ്റ്. യഥാ ഭുജംഗമഹ, ഇപ്രകാരം ആ സർപ്പം പുരീം വിഹായ, പുരിയെ വിട്ട് ഗതസ്തദാ പുരീ വിശീർണ, ആ പുരി വിട്ടു പോയപ്പോൾ ആ പുരി നശിച്ച് മണ്ണോട് ചേർന്നു അർത്ഥം. യഥാ ഭുജംഗമഹ പുരീം വിഹായ ഗതസ്തദാ പുരീ വിശീർണ ജാത എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഇപ്രകാരം ആ ഭുജംഗമഹ, ആ സർപ്പരാജാവ് പുരി വിട്ടുപോയപ്പോൾ, പ്രാണൻ ആ പുരിയെ വിട്ടുപോയപ്പോൾ, പുരഞ്ജനപുരിയെ വിട്ടുപോയപ്പോൾ പുരഞ്ജനൻ ആ ജീവനെ വെടിഞ്ഞു.
ഗതസ്തദാ പുരീ വിശീർണ. അപ്പോൾ ആ സ്ഥൂല ശരീരം നശിച്ച് മണ്ണോട് ചേർന്നു. യഥാ ഭുജംഗമഃ പുരീം വിഹായ ഗതസ്തദാ പുരീ വിശീർണ ജാത എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ക്ലാസ്സിൽ.